പോയി ഞാൻ അവളെ അന്വേഷിക്കുക? അന്ന് അവളെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ. അല്ല, ഒരു താങ്ക്സ് പറയാൻ വേണ്ടി ഇത്രത്തോളം അവളെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? ഐഡിയ ക്യാൻസൽ. ഹായ്. ഹായ്. താങ്ക്സ്. എന്തിനാ? അല്ല പിന്നെ അത് ഇന്നലെ ഞാൻ ഉറങ്ങിയില്ലേ, അപ്പൊ നിങ്ങൾ ഉണർത്തിയില്ലേ എന്നെ? അതിന് നിങ്ങൾ തന്നെ പറ, അതിനെന്തിനാ താങ്ക്സ് പറയുന്നത്? സോറി. അയ്യോ, എന്താ ഇപ്പൊ പറയാ? എന്താ പറയാ? ഐ എം സ്വാതി, മെഡിക്കൽ സ്റ്റുഡന്റ്. നമസ്തേ. നമസ്കാരം. നമസ്കാരം. ശരത്. അറിയാം അറിയാം. കോഫി കുടിക്കാൻ പോയാലോ? വേണ്ട വേണ്ട വേണ്ട. വേണ്ടേ? ഓക്കെ. കോഫി ബോഡിയിലെ ഹീറ്റ് കൂട്ടും. കരിമ്പ് ജ്യൂസ് കുടിക്കാം. ഷുവർ. നിങ്ങൾക്കറിയോ, കരിമ്പ് ജ്യൂസ് കോഫിനെക്കാളും ഹീറ്റാ. അങ്ങനെയാണോ? ഓ, അത് നല്ല കാര്യമാണ്. യങ്സ്റ്റേഴ്സിന് എപ്പോഴും ബോഡി ഹീറ്റ് ആയിരിക്കണം. പിന്നെ പറയും. എന്ത്? നിങ്ങളെ പറ്റി. എന്തിന്? അത് ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഡേ നിങ്ങളെ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ. നിങ്ങൾ വളരെ ഡിഫറെന്റ്, സ്പെഷ്യൽ, അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നി. സോ നിങ്ങളെ പറ്റി അറിയാൻ എന്തോ ഒരു ക്യൂരിയോസിറ്റി. കൊച്ചു ഏത് കോളേജിലാന്ന് പറഞ്ഞേ? മൈസൂർ മെഡിക്കൽ കോളേജ്. എന്തിനാ? അതായത് ഇവിടുത്തെ ഒരു 100-500 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് മൈസൂരാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെയുള്ള നിങ്ങൾക്ക് എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ കോളേജിൽ പ്രിൻസിപ്പൾ തൊട്ട് പ്യൂൺ വരെ ഒരാൾക്ക് എന്റെ സ്വഭാവം ഇഷ്ടമാണ്. അതൊക്കെ പറ. ഞാൻ നിങ്ങളെ ഡോക്ടറിനെ വിളിച്ചോട്ടെ? നോക്ക് ഡോക്ടറെ, നിങ്ങൾക്ക് മാത്രമാണ് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി തന്നെയാണ്. ആ സന്തോഷത്തില് നമുക്ക് ഒരു ജ്യൂസും കൂടെ കുടിച്ചാലോ? വേണ്ട വേണ്ട, എനിക്ക് മതി. എത്ര ചേട്ടാ? 20 രൂപ. ആ 20 കൊടുത്തേരെ. നമ്മളിപ്പോ കോഫി ഷോപ്പിലൊക്കെ ആയിരുന്നെങ്കിലേ ചുരുങ്ങിയൊരു 300 രൂപയെങ്കിലും പോയനെ. ഇവിടെ 20 രൂപയ്ക്ക് കാര്യം സാധിച്ചു. എങ്ങനെയുണ്ട്? താങ്ക് യു. ശരത്, അതെന്താ നിങ്ങൾക്ക് ലവ് എന്ന് പറഞ്ഞാലും പെണ്ണെന്ന് പറഞ്ഞാലും തീരെ ഇഷ്ടമല്ലാത്തത്? എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നെ ഇഷ്ടമില്ലാത്തവർക്ക്, എന്നോട് അസൂയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എനിക്ക് ഈ പെണ്ണുങ്ങളാണ് പ്രശ്നം. പക്ഷെ എനിക്ക് ഈ പ്രേമിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെന്താ അങ്ങനെ? ഒരു നല്ല പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നേ. ഇന്നത്തെ കാലത്ത് ഈ ലവ് ലവ് എന്ന് പറഞ്ഞു നടക്കാന്നല്ലാണ്ട് ആരെങ്കിലും ശരിക്കും പ്രേമിക്കുന്നുണ്ടോ? ഇനി അഥവാ പ്രേമിച്ചാൽ തന്നെ അവളുടെ പോസസീവ്നെസ് കൊണ്ട് അവൻ്റെ ജീവൻ തന്നെ ചിലപ്പോൾ പോയിന്ന് വരും. ഞാൻ ഡോക്ടറോടൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ലവ് ഉണ്ടല്ലോ, അത് കുൽഫി ഐസ്ക്രീം പോലെ. ഒന്ന് അങ്ങോട്ട് നോക്കി തിരിച്ചു നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി കുൽഫി തീർന്നിട്ടുണ്ടാവും. പിന്നെ അത് വലിച്ചെറിയണോ അത് പിടിച്ചോണ്ടിരിക്കണോ എന്നറിയാതെ ജീവിതകാലം മുഴുവൻ ആ കൺഫ്യൂഷൻ തന്നെ കഴിയും. അതുകൊണ്ട് ഞാനെപ്പോഴും കപ്പ് ഐസ്ക്രീമൊക്കെ കഴിക്കാറ്. കപ്പ് ഐസ്ക്രീമോ? ഞാനിവിടെ തന്നെയുണ്ട്. ഈ ലവ് എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ കാശ് ഒരുപാട് ചെലവാക്കി പിന്നീട് കുറെ കഴിയുമ്പോൾ അവന് പിച്ചക്കാരനായിട്ട് മാറുകയും ചെയ്യും. ഒരു തരത്തില് ഈ ലവ് സക്സസ് ആയാലും പ്രശ്നമാണ്, ഫെയിലിയർ ആയാലും പ്രശ്നമാണ്. അഥവാ ഇനി സക്സസ് ആയ ഹോട്ടൽ, പിക്ചർ, ഡിന്നർ, ഗിഫ്റ്റ്സ്, മൊബൈൽ ബില്ല് കെട്ടുക, ഈ ചെലവുകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി മറിച്ച് ഫെയിലായ ബ്രാൻഡി, വിസ്കി, റമ്മ്, ഇതെല്ലാം ശീലവും. മൊത്തത്തില് ഈ ലവ് ഫെയിലിയർ ആയാലും സക്സസ് ആയാലും ബാധിക്കുന്നതോ ആമ്പിള്ളേരെ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റാണെന്നാ. പ്രണയത്തിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ വരെ കെട്ടിയിട്ടുണ്ടല്ലോ. ഓ, തെറ്റ് പക്ഷേ ഷാജഹാന്റെ അല്ല. അദ്ദേഹത്തിന്റെ അടുത്തുള്ള രാജ്യത്തിലെ രാജാവ് എങ്ങാനും യുദ്ധത്തിന് തയ്യാറായിരുന്നെങ്കിൽ ഷാജഹാന് താജ്മഹൽ കെട്ടാനല്ല, കുളിക്കാൻ പോലും സമയം ഉണ്ടാവില്ലായിരുന്നു. നോക്ക് ഡോക്ടറെ, ഇന്ന് യഥാർത്ഥ പ്രണയത്തിന് ഒരു വിലയില്ല. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേരുണ്ടല്ലോ, ഈ സാമ്പ്രാണിത്തിരി പോലെ അതിന് വീശി കൊടുത്തോണ്ടിരുന്ന നല്ല വാസനയാ. അതുപോലെ തന്നെ ഈ പെമ്പിള്ളേരുടെ കാര്യമൊക്കെ കുറെ കത്തിക്കഴിഞ്ഞാൽ അതങ്ങ് ചാമ്പലായി തീരും. നമ്മളൊക്കെ അതുപോലെ ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ തെറ്റാണ്. എല്ലാ പെൺകുട്ടികളും ഒരേപോലെ അല്ല, ചില നല്ല പെൺകുട്ടികളും ഉണ്ട്.
ആ പറഞ്ഞ സത്യം കേട്ടോ. ഈ ചിലരെ വേറെ ടൈപ്പ് ആയിരിക്കും, ചിലരോ പ്യോർ മിൽക്കാ, മറ്റു ചിലര് പോയ്സണാ. ഈ പാലും പോയ്സണും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം അവസാനിച്ചിരിക്കും. എന്നാ നിങ്ങള് ശുദ്ധമായ പാല്, മറ്റു പെണ്ണുങ്ങളെ പോലെ പോയ്സൺ. അതെന്താ? നിങ്ങൾ ആ കരിമ്പ് ജ്യൂസിന്റെ കാശ് സന്തോഷത്തോടെ കൊടുത്ത, അതുകൊണ്ടാ. ഇതാ. ഏയ് വേണ്ട വേണ്ട വേണ്ട. എന്താ ഇത്? ഇതിരിക്കട്ടെ, താൻ കരിമ്പ് ജ്യൂസിന്റെ കാശ് കൊടുത്താലേ അത് ഈ ആൺവർഗത്തിന് തന്നെ മോശമാണോ? നിങ്ങൾക്ക് ആരോടെങ്കിലും ലവ് തോന്നിയിട്ടുണ്ടോ? ലവോ? ഞാനോ? ഒരു ചാൻസും ഇല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയും, ആരെങ്കിലും പ്രേമിച്ചാ ഈ സ്വപ്നത്തിലും കണ്ണാടിയിലും വെള്ളത്തിലൊക്കെ ഒന്ന് അവള് ശല്യപ്പെടുത്തുന്നു. എന്നുവെച്ചാ? അതായത് എന്നെ ഇതുവരെ ആരും സ്വപ്നത്തിലോ കണ്ണാടിയിലോ വെള്ളത്തിലോ ഒന്നും വന്ന് ശല്യപ്പെടുത്തിയിട്ടില്ലാന്ന്. ഹായ് ശരത്, കോളേജിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ എന്ത് ചെയ്യാ? സിഗരറ്റ് വലിക്കാറുണ്ടോ നീ? ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി നിനക്ക് ഞാൻ ഒരു ഏലസ് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കിട്ടിയോ? ഇതെന്തിനാ? ഇന്നലെ രാത്രിയിൽ നിന്നെ ഉറക്കത്തിൽ വന്ന ഏതോ ഒരു പെണ്ണ് ശല്യം ചെയ്തില്ലേ, അത് കണ്ട് പേടിച്ച് നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ, അതിനാ ഈ ഏലസ്. കിട്ടിയോ? ഡോക്ടർ, ഇതെന്റെ തന്ത സ്വാതി ശരത് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ. നമസ്കാരം. നമസ്കാരം. ഇവളാണോ അത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്? സുന്ദരിയാണല്ലോ. അച്ഛാ, എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോ. ഞാൻ പോകാൻ പോ, അതിനല്ലേ ഓട്ടോ നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്റെ സൽ സ്വഭാവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്തോണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ വന്ന് കുളമാക്കരുത്, പോ. ഞാൻ പൊയ്ക്കോളാടാ. ഒരു കാര്യം പറയട്ടെ, ഇവള് നല്ലവളാടാ. നിന്റെ അമ്മയുടെ സ്വഭാവം ഒരിക്കലും ഇവൾക്കുണ്ടാവില്ല. ശരി ശരി ശരി. മോനെ, ഇവളെ വിട്ടുകളയരുത് കേട്ടോ. മോളെ, ഇവനെ സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. നീ പറഞ്ഞ അവൻ വീട്ടിൽ തന്നെ കൊണ്ട് ഇറങ്ങണേ. പോവാടാ, പൊക്കോളാം. ഇവളെ കണ്ടപ്പോ എന്നെ വേണ്ടല്ലേ? ബൈ അങ്കിൾ. എന്താ അത്ര ചിരിക്ക? അത് ഒന്നുമില്ല. ഞാൻ നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആയല്ലോ. ഓ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഏയ്, ഞാനും സെലക്ട് ആയി. ഇവിടെ നോക്ക്. അങ്ങനെയോ? കൺഗ്രാറ്റ്സ് പറയുന്നില്ലേ? ഇപ്പൊ പറയാൻ മൂടില്ല, നെക്സ്റ്റ് ടൈം പറയാം. ഓക്കെ. വേറൊരു കാര്യം, അടുത്ത തവണ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഈ ഹെയർ ഒന്ന് ശരിക്കും ഇട്ടിട്ട് വരണേ. ഓക്കെ? അതെന്തിനാ? അതിപ്പോ പറയാനൊരു മൂടില്ല. ഞാനെന്തിനാ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മാറ്റമുണ്ടല്ലോ. ശരിയാവുന്നില്ല. ശരത്, എന്താ ഇതൊക്കെ? ഓക്കെ, ബൈ. എനിക്കിപ്പോ ബൈ പറയാനുള്ളൊരു മൂടില്ല. അടുത്ത പ്രാവശ്യം